മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ പോയത് കോട്ടയത്ത് കുറിച്ചി എന്ന സ്ഥലത്ത് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ്. കാരണം എൻ്റെ നാക്കിലെ പ്രശ്നം അത് കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ നമ്മുടെ അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി നാക്കായതുകൊണ്ട് അങ്ങനെ ഹോമിയോ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ള കോളേജ് മെഡിക്കൽ കോളേജാണല്ലോ. അപ്പം കണ്ടില്ലേ, വലിയ വിശാലമായിട്ടുള്ള സ്ഥലത്ത് ഏക്കർ കണക്കുള്ള സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് ഭയങ്കര സന്തോഷം എനിക്ക് കണ്ടപ്പോൾ. ഞാൻ ആദ്യമായിട്ട് വരുവാണ് ഇവിടെ. പറഞ്ഞു കേട്ട അറിവുണ്ട് എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പം എനിക്ക് കാണേണ്ട ഡോക്ടർ ഒന്നില്ലായിരുന്നു കേട്ടോ. ബുധനാഴ്ചയാണ് ഇതിൻ്റെ സ്പെഷ്യലൊക്കെ ഉള്ള ഈ മുഴ തടിപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിലുള്ള ഡോക്ടർ ഉള്ളത്. അപ്പം ബുധനാഴ്ച വരാൻ പറഞ്ഞു. കണ്ടില്ലേ, നല്ല വിശാലമായിട്ടുള്ള ഇത് OP സെക്ഷനാണ് കേട്ടോ. ഇത് ഹോമിയോ ട്രെയിനിങ് സെൻറ്റർ, അതായത് കോളേജ്, മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇവിടെ അച്ഛനപ്പോൾ പിന്നെ കിഡ്നി സ്റ്റോണിനുള്ള മരുന്ന് വാങ്ങിച്ചു. എല്ലാ ഡോക്ടേഴ്സും സ്പെഷ്യൽ ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സൗകര്യവും എല്ലാം ഉണ്ട് ഇവിടെ. മെഡിക്കൽ കോളേജല്ലേ, അപ്പം താല്പര്യമുള്ളവർക്കിവിടെ വരാം. ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഇങ്ങനെയുള്ളത്. ഓരോരുത്തരും കേട്ടറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിറങ്ങി, പുറത്തിറങ്ങി. കണ്ടില്ലേ, വലിയ വലിയ കെട്ടിടങ്ങൾ. പിന്നെ മെഡിക്കൽ കോളേജാണിത്, കുട്ടികളുടെ കോളേജാണിത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭയങ്കര വെയിൽ, കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അവിടെയും കയറി ചേച്ചിയുടെ മോളുടെ വീട്ടിലും കയറി വന്ന് 8 മണിയായി വന്നു. അപ്പോൾ വീട്ടിലെ പ്രകടനം ആകണ്ടില്ലേ, ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു. ഒരുത്തനും ഒഴിഞ്ഞു കൊടുത്തു ഇയാൾക്ക് വേണ്ടി. ഞങ്ങൾ വന്ന കയറത്തിലിറങ്ങി ഓടി പുറത്തും പോയി. കൊണ്ടുവന്ന എന്താ അവിടെ എല്ലാം നശിപ്പിച്ച അച്ഛൻ്റെ അകത്തിരുന്ന ചെരുപ്പും കടിച്ചു പറിച്ച് തൊണ്ടും എല്ലാം അവിടെ കൊണ്ടിട്ട് പറയാൻ അച്ഛൻ അടിക്കാൻ ചെല്ലും അവിടെ. പതുക്കെ അടിക്കത്തുള്ള ചൂരലുണ്ട്. ചെരുപ്പും കടിച്ചു പറിച്ചാണ്ട് എന്നിട്ട് അകത്ത് കയറിയപ്പം വന്ന് മണപ്പിക്കും, അച്ഛനെ മണപ്പിക്കുക. ടിൻറ്റുമായിരുന്നു ഇങ്ങനെ. ഞങ്ങളെ കണ്ട സന്തോഷത്തിന് പുള്ളി കണ്ട ടെസമോളെ ഉപദ്രവിക്കുകയും ചെല്ലുവാണ്. ഇങ്ങനെയാണ് കിട്ടുന്ന ഇവിടെ കണ്ടില്ല. ബുധനാഴ്ച ടെസമോളുടെ എനിക്ക് ഫുഡൊക്കെ തിന്നിട്ട് പോയെന്ന് പറയുന്നു.